സ്റ്റേറ്റ് അവാർഡ് ആർക്കായിരിക്കും? സ്റ്റേറ്റ് അവാർഡ് മമ്മൂട്ടിക്ക് തന്നെ. മമ്മൂട്ടിക്ക് കിട്ടാനായിരിക്കും ചാൻസ് കൂടുതൽ. സ്റ്റേറ്റ് അവാർഡ് മമ്മൂട്ടിക്ക് തന്നെ കിട്ടണമെന്ന് എനിക്ക്. ഇപ്രാവശ്യം കടുത്ത കോമ്പറ്റീഷനാണ്. മമ്മൂട്ടി, മോഹൻലാൽ, വിജയരാഘവൻ, അതേപോലെ തന്നെ ആസിഫ് അലി, ടൊവിനോ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മമ്മൂട്ടിക്ക് തന്നെ കിട്ടണമെന്നൊരാഗ്രഹം? മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം അല്ലാണ്ട് എന്താ, മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗത്തിന് തന്നെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് 2-3 പ്രാവശ്യം ഞാൻ കണ്ടു. അതിൽ ആദ്യം കൊടുമൺകുറ്റിയായിട്ട് ഇങ്ങനെ മമ്മൂട്ടിയെ ത്രൂ ഔട്ട് കണ്ട് ലാസ്റ്റാണല്ലോ നമുക്ക് ചാത്തനാണെന്ന് മനസ്സിലാവണേ. രണ്ടാമത് കണ്ടപ്പോഴാണ് മമ്മൂട്ടിയുടെ എന്താ പറയുക, ഇങ്ങനെ എന്താ പറയുക, ഒരു വിരൽ തൊട്ട് കണ്ണ്, ചിരി എല്ലായിടത്തും ചാത്തനായിട്ട് മമ്മൂട്ടി ആ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഒരേപോലെ അത് എന്താ പറയുക കൊണ്ടുപോയിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലായി. അങ്ങനെ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്രാവശ്യം ഭയങ്കര കോമ്പറ്റീഷനാണ്. ബ്രഹ്മയുഗത്തിലെ അഭിനയം നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത്. എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ അതായിരുന്നു. പിന്നെ രണ്ടാമത് നോക്കുവാണെങ്കിൽ പിന്നെ ആസിഫ് അലിയുടെ കിഷ്കിന്താണ്ടോ നല്ലൊരു സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ മമ്മൂട്ടിക്ക് തന്നെ കിട്ടുമെന്നാണ് 100% അഭിനയം അടിപൊളിയായിരുന്നു ആ സിനിമയിൽ. ഈ ആസിഫ് അലിയുടെ സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ആസിഫ് അലിയുടെ 2 സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ പറയണതിൽ. ഒന്ന് കിഷ്കിന്താണ്ടാണ്, ഒന്ന് പിന്നെ ഒരു അവാർഡ് മോഡൽ ഒരു സിനിമയില്ലേ, ലെവൽ ക്രോസ്. അതെ, അതും കണ്ടിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹം മമ്മൂട്ടിക്ക് തന്നെയാണ്. അതെനിക്ക് ഇപ്പം എന്താ പറയുക, നല്ല പെർഫോമൻസാണ് ആസിഫ് അലീനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അതുപോലത്തെ പെർഫോമൻസസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കാരണം അത് അത്ര അങ്ങോട്ട് തോന്നിയില്ല. ഇപ്പോൾ വിജയരാഘവൻ ഇപ്രാവശ്യം നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയാണ് പൂക്കാലത്തിലൂടെ. പക്ഷേ അദ്ദേഹവും ഇതിനകത്തിൽ മത്സരിക്കുന്നുണ്ട് ഈ കിഷ്കിന്താകാന്ഡത്തിലൂടെ. അപ്പോൾ അതിനകത്തിലെ പെർഫോമൻസ് എന്താ തോന്നിയത്? അതിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പൂക്കാലത്തിൻ്റെ അത്ര നന്നായിട്ട് കിഷ്കിന്താകാന്ഡം ചോദിച്ചാൽ എനിക്ക് അത്ര അഭിപ്രായമില്ല. അതിന് മമ്മൂട്ടി തന്നെയാണ് എല്ലാത്തിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കണം. ഓക്കെ, മലൈക്കോട്ടെ വാരിപം കണ്ടാണോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് പിന്നുള്ള അജയൻ്റെ 2ാം മോഷണമാണ്. അത് കണ്ട സിനിമയാണ്. ഒരു സാധാരണ സിനിമയായിട്ട് എനിക്ക് തോന്നി. അതിനകത്ത് ആവേശത്തിലൂടെ ഫഹദ് ഫാസിലും ഉണ്ട്. അപ്പോൾ അത് സിനിമ നല്ലതായിരുന്നു, എൻജോയ് ചെയ്തു. പക്ഷെ ഒരു അവാർഡിന് അർഹനാക്കണ അത്ര പെർഫോമൻസ് ഉണ്ടോന്ന് അറിയില്ല. മികച്ച നടിയായിട്ട് ആരായിരിക്കാൻ വരാൻ ചാൻസ്? മികച്ച നടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അനശ്വര രാജൻ കുറച്ച് നല്ലതാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അധികം അങ്ങനെ അനശ്വര രാജൻ്റെ സിനിമ കണ്ടായിരുന്നോ, ഈ രേഖാചിത്രം എന്നുള്ള? നേരും രേഖാചിത്രം കണ്ടിരുന്നു. നേര് കഴിഞ്ഞ വർഷത്തെയാണ്. എനിക്ക് അത്രയ്ക്കാണ്. അപ്പം അഭിപ്രായത്തിൽ ആർക്കാണ്, മമ്മൂട്ടിക്കും അനശ്വര രാജനും കിട്ടുന്നത്? അതെ. ഓക്കെ, താങ്ക് യു.